അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ടാണേ. ഇവനൊരു വികൃതി കാണിച്ചു. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തുളസിയൊക്കെ കഴിക്കുന്ന കുഞ്ഞിനെ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവനെക്കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ. പിന്നെ എന്താ വേല കാണിച്ചെന്ന്, കുറേ തുളസിയില, പുല്ല്. ഇനി ഒരു സാധനം ഞാൻ ടോയ്സ് അവന് ഞാനിങ്ങനെ നല്ല ഹാർഡായിട്ടുള്ളത് മേടിക്കുള്ളൂ, അല്ലാത്ത മേടിക്കുന്നില്ല. അതിന് പറ്റിയതില്ല കേട്ടോ. അപ്പോൾ ഇവന് ഈ ഫോൺ ഇഷ്ടമായിട്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് എന്താണെന്നൊക്കെ വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ കുഞ്ഞ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പുല്ല് തന്നെയെന്നോ പൊന്നാ, എന്ത് പറ്റി? കുളിച്ച് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന പുല്ല് കഴിക്കുന്നു. പുല്ല് തുളസിയല്ല, പുല്ല് പറിച്ച് കഴിക്കുന്നു. ഇതെന്തോ ഇവിടെ എന്തോ ഭക്ഷണം ഇല്ലേ? എൻ്റെ കുഞ്ഞിന് തന്നെ വയറിന് സുഖമില്ലേ? എന്താണ് ഈ തുളസിയിലയും കഴിക്കുന്ന? തുളസിയില കഴിക്കുന്നു. ഇതേ തുളസിയിലയും പുല്ലും എല്ലാം കഴിക്കുന്നുണ്ട്. ഇതെന്ത് പറ്റി? വിശപ്പടങ്ങാതെ മാമി ചോറ് എന്നിട്ട് വരാതെ പുല്ല് കഴിക്കുന്നു. പുല്ലും തുളസിയിലയും കഴിക്കുന്ന കണ്ടോ? തുളസിയില കഴിക്കുന്നു കണ്ടോ? തുളസിയില കഴിക്കുന്നു കണ്ടോ? തുളസിയില പിന്നെ തുളസിയിലൊക്കെ എന്തോരം കഴിച്ച്, തുളസിയില പുല്ലൊക്കെ. ചോറ് എടുത്തു വെച്ചിട്ട് ഇവനെ കുളി കഴിഞ്ഞ് മുകളിലേക്ക് പോയി. അവിടെ ഡാഡി വന്ന് പറയുന്നത് പുല്ലൊക്കെ തിന്നുന്നുണ്ട്, തുളസിയില തിന്നുന്നുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ ഇല. എൻ്റെ പൊന്നെ വയറ് ഇന്നലെ ആ ബോണൊക്കെ കൂടെ കടിച്ച് ഇത് ഇത്രയും ഭാരം കട്ടിയുള്ള ബോണാണോ നീ കടിച്ചത്? ഇത് കണ്ടോ? ഇന്നലെ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിയൊക്കെ കട്ടിൻ്റെ അവിടെ ഇച്ചിരിയൊക്കെ ഇവന്ത് ഇതൊക്കെ കണ്ടില്ലേ? ഇനി മേടിച്ചു കൊടുക്കൂല. ഇതാണെന്ന് തോന്നുന്നു വയറ്. തരൂല കേട്ടാ. ഇനി ബോൺ മമ്മി മേടിച്ചു തരൂല. അച്ഛ വഴക്ക് പറഞ്ഞേണ്ട, ചേച്ചി വഴക്ക് പറഞ്ഞേണ്ട മമ്മിയെ. ഇനി ഇത് മേടിച്ചു കൊടുക്കരുതെന്ന്. ഇനി വാങ്ങി തരൂല നിനക്ക് കേട്ടാ. ഇനി നിനക്ക് വാങ്ങി തരൂല കേട്ടാ. ഇനി വാങ്ങി തരൂല, നോക്കണ്ട നീ. ഓടിപ്പോന്ന് വഴക്ക് പറഞ്ഞു. ഇനി മേല് ഞാൻ ഇനി ബോൺ മേടിച്ചു തരത്തില്ല നിനക്ക് കേട്ടാ. ആ ബോണിന് വേണ്ടി രാത്രി മനുഷ്യനെ ഉറക്കാതെ 2 മണി തൊട്ട് എന്തൊക്കെ കാണിച്ച എൻ്റെ ബോണിൻ്റെ കോലം ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഈ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കൊക്കെ. എന്നിട്ട് ഛർദിൽ പുല്ല് തിന്നുന്ന, തുളസി തിന്നുന്ന ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവന് ഇന്ന് 3 മണിക്ക് ഫുഡ് കൊടുത്ത് അവൻ തന്നെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഉമ്മൻ തന്ന് ചോദിച്ചു ഫുഡ് കൊടുക്കാൻ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടതായിട്ടാണ് മോൻ ഇങ്ങനെ പുല്ലും തുളസി ഇലയും തിന്നുന്നത് ഞാൻ കണ്ടത്. അതെന്താ കഴിച്ചെന്നറിയാമോ? ഇവനാ റബ്ബറൊക്കെ കൂടെ വലിച്ചു വാരി കഴിച്ചു എന്ന് തോന്നുന്നത്. ഇതിന് 2 മണി തൊട്ട് ഡാഡി ഉറക്കത്തില്ല, ചേച്ചി ഉറക്കത്തില്ല, മമ്മി ഉറക്കത്തില്ല, ബോൺ കൊടുക്കാൻ വേണ്ടി. ബോണിൻ്റെ അവസ്ഥ കാണണോ ഫ്രണ്ട്സ്? നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടല്ലോ ചേച്ചിമാരെ, ചേട്ടന്മാരെ, ആൻറ്റിമാരെ, സ്കൂബിയുടെ അങ്കിൾമാരെ, ആൻറ്റിമാരെ, സ്കൂബിയുടെ ചേച്ചിമാരെ, ചേട്ടന്മാരെ എല്ലാവരും കണ്ടല്ലോ ഈ കോലം. ഇത് കണ്ടല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ എത്ര വലിയ ബോണായിരുന്നു എന്ന്. 2 മണിക്ക് ഞങ്ങൾ ഉറക്കുന്നില്ല ആരെയും. ഇവന് ബോൺ വേണം കേട്ടോ. പിന്നെ ബോൺ എടുത്ത് കൊടുത്തു. നേരം എടുത്തപ്പോൾ ഈ കോലമാണ്. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ എന്നെ സോപ്പിടുന്നത്? അത് കഴിഞ്ഞപ്പോൾ ഇവൻ നേരം വെളുത്തപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കഴിച്ചിട്ടാണെന്നേ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഇന്ന് പുല്ല്, തുളസിയില ഒക്കെ കഴിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടോണേ. ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഇവൻ ഇങ്ങനെ തുളസിയിലയൊക്കെ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവൻ 3 മണിക്ക് എന്നെ വന്ന് ഉമ്മ തന്നു. ഞാൻ പിന്നെ ഭക്ഷണം കൊടുത്തില്ല, ഇനിയും ഛർദ്ദിച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 3 മണിക്ക് വന്ന് ഭക്ഷണം തന്ന് കണ്ടില്ല കിടക്കുന്ന ഒരുത്തൻ. ഭക്ഷണം കൊടുത്തു ഞാൻ. ഭക്ഷണം വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തോ കള്ള ലക്ഷണം. വഴക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി അതാ ഇരിക്കുന്നത്. ഇനി ഇത് ഞാൻ വാങ്ങി തരത്തില്ല കേട്ടോ. അവിടെ ഇരുന്നോണം നീ, ചീത്തപ്പണി. നിനക്ക് ഞാനൊന്നും കഴിക്കാൻ തരുന്നില്ലേ സ്കൂബോ? ഇതാണോ കഴിക്കണ പൊന്നോ? ഇത് കണ്ടോ പിടിച്ചു വലിക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്? പിടിച്ചു വലിക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? എൻ്റെ കൈ പിടിച്ച് വലിക്കുന്നത് കണ്ടോ? ഒരാൾ കൈ പിടിച്ച് വലിക്കുന്നത് കണ്ടോ?
കണ്ടോ നിങ്ങൾ? എത്ര ഇനി തുള്ളിയിരുന്നാലും മമ്മി ഇത് തരത്തില്ല. ഇനി ഇത് കളയും. ഇനി ഇതുപോലത്തെ സാധനം ഞാൻ വാങ്ങി തരത്തില്ല നിനക്ക്. കണ്ടില്ലേ? നിനക്ക് കഴിക്കാനാണോ? മമ്മി ഫുഡ് തരുന്നില്ലേ നിനക്ക്? മമ്മി ഫുഡ് തരുന്നില്ലേ? ഒന്നും കയറി തരണ്ട. ഇത് കണ്ടോ, ഇത് കണ്ടോ, കണ്ടോ, കണ്ടോ പിടിച്ച് മേടിക്കുന്നത്? ഒന്നും നോക്കട്ടെ, തരൂല മമ്മി, തരൂല. മമ്മി തുണിയൊക്കെ മടക്കട്ടെ, തുണിയൊക്കെ ഉണക്കാൻ ദേ കൊണ്ടൊന്ന് ഇട്ടേക്കുന്നു. തുണിയൊക്കെ മടക്കട്ടെ, തരൂല. ഇനി ഇത് കളയാൻ പോകുന്നു, ഇത് കളയാൻ പോകുന്നു, ഇത് കളയാൻ പോകുന്നു. ഇനി ഇത് തരൂല, കളയട്ടെ അമ്മ. ഇനി മമ്മി വേസ്റ്റിൽ ഇടട്ടെ കേട്ടാ, വേസ്റ്റിൽ ഇടട്ടെ കേട്ടാ. ആ ദേ ഇട്ടു, ദേ ഇടാൻ പോകുന്നു. ഇനി അവിടെ നിന്നോണേ. ഇനി തരത്തില്ല, ഇമ്മാതിരിയല്ല, ഇനി തരൂല മമ്മി. ദേ വേസ്റ്റിലിട്ടു മമ്മി. ഓ ഇനി ഇല്ല, ഇനി വാങ്ങി തരില്ല മമ്മി. വയറൊക്കെ സുഖമില്ലാതാവും നിനക്ക്. ഒന്നും പറയണ്ട. ആ ചേച്ചിയോട് പരാതി പറയാൻ കയറി നിൽക്കുന്ന ചേച്ചിയോട് പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ചേച്ചി എടുക്കുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ. ചേച്ചിയോട് പരാതി പറയാനാണ് ഈ കയറി നിൽക്കുന്നത്. ഒരു കാര്യമില്ല, ഇങ്ങനത്തുള്ള കാര്യമേ ഇനി കാണിക്കില്ല. ഇനി ഈ ബുദ്ധിമോശം ഞാൻ കാണിക്കില്ല. ഇനി ഞാൻ നിനക്ക് ഇങ്ങനത്തെ വാങ്ങി തരില്ല കേട്ടാ. ഒന്ന് ഛർദ്ദിച്ച നീ? പുല്ല് തിന്നോ? പുല്ല് തിന്നോ നീ? തുളസിയെല്ലാം തിന്നോ നീ? നാളെ ആൻറ്റിമാരെ അങ്കിൾമാരൊക്കെ കാണട്ടെ നീ അത് തിന്നാ. ഇവിടെ ഒന്നുമില്ല സ്കൂബിക്ക് ഇവിടെ ഒന്നും മമ്മി തരുന്നില്ല. ആപ്പിള് തരുന്നില്ല, പഴം തരുന്നില്ല. ക്യാരറ്റും മത്തങ്ങയൊക്കെ തൈര് കൂട്ടിയിരുന്ന ചോറ് തരുന്നില്ല, ചിക്കൻ തരുന്നില്ല. അതുകൊണ്ടല്ലേ നീ ഇത് കഴിച്ചത്? വഴക്ക് പറഞ്ഞുകൊണ്ട് നേരെ അച്ഛയുടെ അടുത്ത് പോയി. ഇതേ കണ്ടോ, കൊഞ്ചൊന്നും കണ്ടോ? ഞാൻ വഴക്ക് പറഞ്ഞില്ലേ? അപ്പോൾ നേരെ അച്ഛൻ്റെ അടുത്ത് പോകുന്ന കേട്ടോ. അച്ഛൻ വഴക്ക് പറയുമ്പോൾ നേരെ എൻ്റെ അടുത്ത് വന്നോളും. കണ്ടോ, കണ്ടോ അവൻ്റെ? ഞാനാ അവിടെ നിന്ന് നോക്കുന്നത്. ആ ബോൺ കഴിച്ചില്ലേ? അപ്പം ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അച്ഛൻ്റെ അടുത്ത് പോകുന്നതാണ്. കണ്ടോ, അച്ഛനെ സോപ്പിടാൻ. ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എന്ന് പറയാൻ അവൻ കാണിച്ച ആ ലൈവൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. കണ്ടോ ഒരുത്തൻ്റെ ഇരിപ്പ് കണ്ടോ? അതാണേ മമ്മി വഴക്ക് പറഞ്ഞിട്ട് പൊന്നോ ഉളിഞ്ഞു വെക്കുന്ന പൊന്നോ ഉളിഞ്ഞു വെക്കുന്ന മമ്മി വഴക്ക് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോകുന്നതല്ലേ. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. ഹൈപ്പൊക്കെ ചെയ്യുക. 2-3 ദിവസമായിട്ട് എൻ്റെ വീഡിയോക്കൊക്കെ കുറച്ച് ഗടപടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം.